ഹലോ. അങ്ങനെ കുറേ നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം ഒത്തിരി ദിവസം വെയിറ്റിംഗ്, അതായത് 10-ാം തീയതി ബുക്കിംഗ് തുടങ്ങിയിട്ട് അന്ന് ബുക്ക് ചെയ്ത് കുറേ ദിവസം ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് വെയിറ്റ് ചെയ്തിരുന്നിരുന്ന അവസാനം ഇന്ന് ദൃശ്യം 3 തിയേറ്ററിൽ പോയി കണ്ടു. അപ്പം പടം കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഇന്ന് നമ്മുടെ വീഡിയോ ഒരു വ്യത്യാസമുണ്ട്. സാധാരണ നമ്മളൊരു സ്ഥലത്ത് ഇരുന്നിട്ട് പറയുന്ന പരിപാടിയല്ല. ഇന്നിപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം ഉണ്ട് സിനിമ കാണാനായിട്ട്. ഞാൻ എപ്പോഴും വീഡിയോക്കകത്ത് പറയുന്നത് ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ ഒരുമിച്ചാണല്ലോ സിനിമ കാണാൻ പോകുന്നത്. അപ്പം സിനിമ കണ്ടു കഴിഞ്ഞിട്ട് സിനിമയെ പറ്റിയൊക്കെ സംസാരിക്കാമെന്ന് ഓർത്ത് വീഡിയോ എടുക്കാമെന്ന് ഓർത്താണ് ഇന്നിപ്പം ഒരു അടിപൊളി സ്ഥലത്ത് നമ്മൾ വന്നിട്ടുണ്ട്. ആപ്പഞ്ചര എന്ന് പറയുന്നത് ഈ തലവലപ്പുറമ്പൊക്കെ പോകുന്ന വഴിക്കാട്ടാണ് ഈ ഏരിയ വരുന്നത്. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇന്ന് സിനിമയെ പറ്റിയുള്ള നമ്മുടെ എക്സ്പീരിയൻസ് അങ്ങോട്ട് ഷെയർ ചെയ്തേക്കാന്ന് വെച്ചു. അപ്പം വീഡിയോയിലേക്ക് പോകും. അപ്പം സിനിമ കാണാൻ വേണ്ടിയിട്ട് കോട്ടയത്ത് തന്നെ ഏറ്റവും അടിപൊളി തിയേറ്റർ, അതായത് ഏറ്റവും ഓളമുള്ള തിയേറ്റർ, ഇന്നിപ്പം മോഹൻലാൽ സാറിൻ്റെ ബർത്ത്ഡേയും കൂടെ ആയതുകൊണ്ട് ഏറ്റവും ഓളമുള്ള തിയേറ്ററിൽ ഇപ്പോൾ സിനിമ കാണണം എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കോട്ടയം അഭിലാഷാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ഒരു 11-11:45 ഷോയെ ബുക്ക് ചെയ്ത് നേരെ തിയേറ്ററിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ഫാൻസിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ എല്ലാവരും പോയായിരുന്നു, തിയേറ്റർ ഫ്രീ ആയിരുന്നു. അപ്പോൾ നമ്മൾ തിയേറ്ററിൽ ചെന്നു. ഫസ്റ്റ് പടം തുടങ്ങുന്നു. പടം തുടങ്ങുമ്പം ടൈറ്റിൽ തന്നെ മോഹൻലാലിൻ്റെ സൗണ്ടോട് കൂടിയാണ് പടം തുടങ്ങുന്നത്. അപ്പോൾ തന്നെ അത് തിയേറ്റർ ഓണായിരുന്നു. എല്ലാവരും ഓളം വെച്ച് പടം അങ്ങ് തുടങ്ങി. പടം തുടങ്ങിക്കഴിഞ്ഞപ്പം ഒരു റിവ്യൂ അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ, പടത്തെപ്പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പം പടത്തിന് മുമ്പ് ദൃശ്യം ഫസ്റ്റും സെക്കൻഡും നമ്മളൊന്ന് റീവാച്ച് ചെയ്തായിരുന്നു പടത്തെപ്പറ്റിയുള്ള ബാക്കി കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ദൃശ്യം ഫസ്റ്റ് സെക്കൻഡ് തേർഡിലേക്ക് വരുമ്പോൾ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കൺസേൺ അല്ലെങ്കിൽ എനിക്കൊരു പേടി എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ ഒരു ഫസ്റ്റ് പടം സക്സസ്ഫുള്ളി ഇറക്കി സെക്കൻഡ് പടം വരുമ്പം അത് ഫ്ലോപ്പ് ആവുമെന്ന് വിചാരിച്ചിരുന്നോടത്ത് ദൃശ്യം 2 ഭയങ്കര ഹിറ്റായി. അപ്പോൾ തേർഡിലേക്ക് വരുമ്പം ആസ് എ വ്യൂവർ എൻ്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഒരു ചെറിയ പേടിയുണ്ട്. കാരണം ഈ പടം എങ്ങനെ വർക്ക് ആവും ഇല്ലയോ എന്നുള്ളൊരു, കാരണം വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണല്ലോ. അപ്പം പക്ഷേ നമ്മൾ ആ പേടിയ സിനിമ അടിപൊളിയായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പടം ഫ്ലോപ്പാണ് നല്ല സാധ്യത ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. തിയേറ്ററിൽ പോയി കണ്ടപ്പം നമ്മൾ ഒരിക്കലും നിരാശപ്പെടുന്ന ഒരു സിനിമയല്ല ദൃശ്യം 3. അപ്പം ദൃശ്യം 3യുടെ കൂടുതൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽ പരിപാടിയിലേക്ക് പോവുകയാണെങ്കിൽ, ഒരു കഥാ സൈഡിൽ നോക്കുമ്പം ഏകദേശം പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട്, ഇപ്പം ജിത്ത് ജോസഫ് ഇൻ്റർവ്യൂവിനകത്ത് പറയുന്ന പോലെയൊക്കെ തന്നെ ശരിക്കും ജോർജ് കുട്ടിയുടെ ഫാമിലിയുടെ സൈഡിൽ അവർ ഈ കേസ് കൊണ്ടും സമൂഹത്തിൽ നിന്നും അല്ലാതെ ബാക്കിയുള്ള സൈഡിൽ നിന്നൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന, പോലീസിൻ്റെ കയ്യിൽ നിന്നും സിസ്റ്റത്തിൻ്റെ കയ്യിൽ നിന്നും അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ശരിക്കും ദൃശ്യം 3യുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട പ്ലോട്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഈ ഇൻ്റർവ്യൂവിനകത്ത് ജിത്തു ജോസഫ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഫാമിലി ഡ്രാമയാണെന്ന് പുള്ളി എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഇതൊരു പക്ക ഫാമിലി ഡ്രാമ സിനിമ തന്നെയാണ്. ഇൻ്റർവ്യൂവിനകത്ത് പുള്ളി പറഞ്ഞ പോലെ തന്നെ ജോർജ് കുട്ടിയുടെ സൈഡിൽ നിന്നും ജോർജ് കുട്ടിയുടെ വ്യൂ നിന്നും കൂടുതൽ ആണ് സിനിമ കൂടുതലായിട്ടും നമ്മളെ സഞ്ചരിപ്പിക്കുന്നത്, നമ്മളെ അനുഭവിക്കുകയും ചെയ്യുന്നത്. അപ്പം അങ്ങനെ സിനിമ മുന്നോട്ട് വരുമ്പോൾ കഥാപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ സിനിമയിൽ ഈ കഥയിൽ, അതായത് സെക്കൻഡ് വരെ നടത്തി വെച്ചിരിക്കുന്ന കഥയിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പോസിബിൾ ആയിട്ടുള്ളൊരു പോയിന്റ് എടുത്തിട്ടാണ് ഈ 3ലേക്ക് പടം കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ജോർജ് കുട്ടിയുടെ ചില പ്രോമിസുകളുണ്ട് സിനിമയ്ക്ക്, നമുക്കറിയാമല്ലോ. ഞാനിപ്പം ഒരുപാട് സിനിമയെ പറ്റി പറഞ്ഞില്ല, കാരണം നമുക്ക് ഒരു ചെറിയ എലമെന്റ് കൊണ്ട് കേട്ടാലും നിങ്ങളത് എക്സ്പെക്ട് ചെയ്തിട്ട് സ്പോയിലർ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പടത്തെപ്പറ്റി വേറെ ഒന്നും പറഞ്ഞില്ല, എൻ്റെ എക്സ്പീരിയൻസ് മാത്രം ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ കഥാപരമായിട്ട് പടം ഓക്കെയാണ്, നമുക്ക് തിയേറ്ററിൽ പോയി റീവാച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിനിമ തന്നെയാണ് ദൃശ്യം 3യുടെ കഥ. പിന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ, എനിക്കിപ്പോൾ ദൃശ്യം ഫസ്റ്റും സെക്കൻഡും കണ്ട സമയത്ത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമുണ്ട്. ജിത്ത് ജോസഫ് ആസ് എ ഡയറക്ടർ നമുക്ക് കാണുമ്പോൾ പുള്ളി ഇമോഷൻ സൈഡുകൾ നന്നായിട്ട് പിക്ക് ചെയ്യാൻ പുള്ളിക്ക് അറിയാം. അതായത് നല്ല പെർഫോമൻസ് ഉണ്ടാക്കിയെടുക്കാൻ പുള്ളിക്ക് അറിയാമെങ്കിലും ബാക്കി ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ്, എഡിറ്റ്, അതിൻ്റെ കളർ ഗ്രേഡ്, ഞങ്ങളുടെ പരിപാടിയിലൊക്കെ പുള്ളിയുടെ പൊതുവെയുള്ള വർക്കുകളൊക്കെ അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആ പടം എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള സാധനം മെമ്മറീസിന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഒരു ആവറേജ് ആയിട്ട് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പരിപാടിയൊക്കെ തന്നെയാണ് ഈ 3ലേക്ക് വരുമ്പോൾ. അത്ര നമ്മൾ മേക്കിംഗ് വൈസ് അല്ല, ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു വിഷ്വൽ ഭംഗി, അതിൻ്റെ ഒരു ക്രാഫ്റ്റ് പരിപാടിയിലേക്കൊക്കെ വരുമ്പോൾ പടം അത്ര നന്നായെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ആവറേജ് അനുഭൂതിയാണ് ആ മേക്കിംഗ് സൈഡിലേക്ക് പടം നമുക്ക് തരുന്നത്. പക്ഷേ പെർഫോമൻസിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പം മോഹൻലാലിൻ്റെ പെർഫോമൻസുകൾ, മീന, അപ്പം പുള്ളിയുടെ 2 കുട്ടികൾ, ബാക്കി ഗീതാ പ്രഭാകർ, അങ്ങനെ അവരുടെ ഫാമിലി, IG, എല്ലാവരും അവരൊക്കെ തന്നെ എല്ലാം നല്ല പെർഫോമൻസ് ആണ്. പക്ഷേ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് സിനിമയിൽ ഇതുവരെ കാണാൻ പറ്റിയില്ല. ഇപ്പോൾ ജോർജ് കുട്ടി എന്ന ക്യാരക്ടറിൻ്റെ ലൈഫിലെ ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ളൊരു മൂവ്മെൻറ്റ്, അതായത് ഭയങ്കര ഇമോഷണലി ഡെപ്ത് ഉള്ള ഒരു മൂവ്മെൻറ്റ് ഈ സിനിമയ്ക്കകത്തുണ്ട്. അത് ഒരു സ്ക്രിപ്റ്റ് റൈറ്ററെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഒരു മേക്കറെ സംബന്ധിച്ചോളം അയാൾക്ക് എന്താ പറയുക, മോഹൻലാൽ എന്ന ആക്ടറെ അടുത്ത് നിന്ന് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ സിനിമയ്ക്കകത്തുണ്ട്. പക്ഷെ ആ ഏരിയ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പേഴ്സണലി ഇപ്പോൾ എനിക്കും, ഞാൻ പറഞ്ഞില്ല, ഫ്രണ്ട്സുമായിട്ട് പോയ സമയത്തൊക്കെ ആണെങ്കിലും എല്ലാവർക്കും നമ്മൾ പ്രതീക്ഷ ഒരു ഔട്ട്പുട്ട് മോഹൻലാൽ സാറിൻ്റെ അടുത്ത് കിട്ടിയില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് ഇനിയിപ്പോൾ ഞങ്ങളുടെ കുഴപ്പമാണോ ഞങ്ങളുടെ ജഡ്ജ്മെന്റ് കുഴപ്പമാണോ എനിക്ക് അറിയില്ല. അത് കണ്ടപ്പോൾ പക്ഷെ അത് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല. അതാണ് പെർഫോമൻസ് സൈഡിൽ എനിക്ക് മെയിനായിട്ട് തോന്നിയ ഒരു പ്രശ്നം എന്ന് ചോദിച്ചാൽ. പിന്നെ പെർഫോമൻസുകൾ ജിത്തു ജോസഫിന്റെ ഓൾറെഡി സിനിമയ്ക്കകത്തുള്ള കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ടുള്ള പെർഫോമൻസുകൾ കാണുന്ന ഡയലോഗ്സുകളും കാര്യങ്ങളൊക്കെ വന്നിട്ട് അങ്ങനെ പെർഫോമൻസ് വൈസ് ഒക്കെ പടം ഓക്കെയാണ്, നമുക്ക് മോശമായിട്ടൊന്നും പറയാനില്ല. പക്ഷേ അത്യാവശ്യം കണ്ടിരിക്കാവുന്ന രീതിക്ക് തന്നെയാണ് ആ പരിപാടിയെല്ലാം പോയത്. പിന്നെ ബാക്കി സിനിമ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മ്യൂസിക്കിന്റെ ഏരിയ അത്യാവശ്യം നല്ലതാണ്. സിനിമയ്ക്കകത്ത് 1-2 ജംസ്കെയർ പോലത്തെ സീനുകളൊക്കെ വരുന്നത്, അതിലൊക്കെ മ്യൂസിക് സൗണ്ടിങ് ഒക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ തിയേറ്ററിൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള ചില ടൈമുകളൊക്കെ ആ സിനിമയ്ക്കകത്തുണ്ട്. അതൊക്കെ ഭയങ്കര രസമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പരിപാടിയായിരുന്നു. പിന്നെ ഈ അങ്ങനെ വരുമ്പോൾ മേക്ക് സൈഡിലൊക്കെ പടം അടിപൊളിയാണ്, എല്ലാം കവറപ്പ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ പറയാം.
ഇനി സിനിമയുടെ പ്രൊഡക്ഷൻ ഡിസൈൻ സൈഡിലെ പറ്റി നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി ദൃശ്യം ഫസ്റ്റ് സെക്കൻഡിലൊക്കെ സെറ്റ് ചെയ്ത് അതേ പരിപാടി തന്നെയാണ് നടക്കുന്നത്. പിന്നെ സെക്കൻഡിലേക്ക് വരുമ്പം വേറെ അപ്ഡേഷൻ ഒന്നും ജോർജ് കുട്ടിയുടെ ഫാമിലിയിലേക്ക് വരുന്നില്ല. മെയിനായിട്ടും ചെറിയൊരു ഇവന്റിൽ ചെറുതായിട്ട് പരിപാടിയൊക്കെ ഒന്ന് മൂടി പിടിപ്പിക്കുന്നുണ്ടെന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും സിനിമയ്ക്ക് സംഭവിക്കുന്നില്ല. അപ്പം അതാണ് സിനിമയെ പറ്റിയുള്ള ഓവറോൾ ടെക്നിക്കൽ സൈഡിലുള്ള ഒരു പരിപാടി. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട് എനിക്ക് അതായത് നല്ല ക്രൗഡിൻ്റെ കൂടെ ഒരു ഫുൾ ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് കണ്ടപ്പോൾ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നിങ്ങൾ ഒരിക്കലും ഈ സിനിമ കാണാൻ വരുമ്പോൾ ഒരു ടിപ്പിക്കൽ മോഹൻലാൽ സിനിമ കണ്ട് എൻജോയ് ചെയ്യുന്ന രീതിയിലോട്ട്, അതായത് ഇപ്പം നമ്മൾ എമ്പുരാൻ റിലീസിന് പോകുന്നു, അപ്പോൾ അങ്ങനെയുള്ളൊരു പരിപാടിയിൽ ഈ സിനിമ കാണാൻ വരരുത്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇത് ജിത്തു ജോസഫ് അല്ലെങ്കിൽ മോഹൻലാൽ ക്രൂ എല്ലാം നമ്മൾ ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ദൃശ്യം കാണേണ്ട അതൊരു മൂഡ് തിയേറ്ററിൽ വന്ന് കാണേണ്ട നല്ലൊരു സിനിമ തന്നെയാണ് ദൃശ്യം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ സിനിമ അതിൻ്റെ സെൻസിൽ ആസ്വദിക്കുക. നമ്മൾ ഒരുപാട് ഓളം വെച്ച് എൻജോയ് ചെയ്യാം അങ്ങനത്തെ രീതിയിലേക്ക് ഈ പടത്തിനെ വരണ്ട. എല്ലാവരും നമ്മൾ ദൃശ്യം കാണാൻ വേണ്ടി ദൃശ്യം തന്നെ സിനിമ കാണാൻ വേണ്ടി തന്നെ വരുന്ന ഒരു രീതിയിലേക്ക് തന്നെ സിനിമ കാണാൻ സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ സിനിമയിൽ ചില ഏരിയകളിൽ അപ്പോൾ തിയേറ്ററിൽ കൈയടി വീണ 1-2 സ്ഥലങ്ങളുണ്ട്. അത് അടിപൊളിയാണ്. തിയേറ്ററിൽ ഇപ്പോൾ മോഹൻലാൽ സാറിൻ്റെ ഒരു കിടിലൻ എൻട്രി സീനുകളൊക്കെ ഉണ്ട്, അല്ലാതെ ചില സസ്പെൻസ് സീനുകളൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാം അടിപൊളിയായിരുന്നു. നമുക്ക് അത്യാവശ്യം വർക്കാൻ ചെയ്ത് തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ എല്ലാം മൊത്തത്തിൽ അതായത് ഇപ്പം സിനിമ ടെക്നിക്കൽ സൈഡ് സ്ക്രിപ്റ്റ് പെർഫോമൻസുകളെല്ലാം വെച്ച് പറയുകയാണെങ്കിൽ ദൃശ്യം ഫസ്റ്റ് 2 ആയിട്ട് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ എന്തായാലും ഫസ്റ്റ് സെക്കൻഡിനെ കഴിഞ്ഞിട്ടും കുറച്ച് അത്രയ്ക്ക് വന്നൊരു സിനിമയല്ല ദൃശ്യം 3. അത്യാവശ്യം ഓക്കെയാണ്. നമ്മുടെ എക്സ്പെക്ടേഷനെ മീറ്റ് ചെയ്തൊരു സിനിമയാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. എൻ്റെ എക്സ്പെക്ടേഷനെ ഒരിക്കലും ഈ സിനിമ മീറ്റ് ചെയ്തില്ല. പക്ഷേ തിയേറ്ററിൽ പോയി കാണാം, നമുക്ക് ഒരിക്കലും നമ്മൾ നിരാശപ്പെടുത്താത്തൊരു സിനിമയാണ്. നമ്മളിപ്പോൾ ഒരു വീക്കെൻഡിലോ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സുമായിട്ടോ ഫാമിലി ആയിട്ടൊക്കെ പോയി കണ്ട് നമുക്കൊരു 1.5 മണിക്കൂർ അടിപൊളിയായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ നല്ല സിനിമ തന്നെയാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു നല്ല നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള നല്ലൊരു ഫ്രാഞ്ചൈസി സിനിമ ആയതുകൊണ്ട് ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണാൻ തന്നെ ശ്രമിക്കണം. അപ്പം ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടുത്തുന്ന സിനിമയല്ല, അത് ഞാൻ 100% ഗ്യാരണ്ടി തരാം. ഒരിക്കലും നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റും സിനിമ അടിപൊളിയായിട്ട്. അപ്പം മാക്സിമം ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. അപ്പം ഇന്നിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അവരോട് ഈ സിനിമയെ പറ്റിയുള്ള അഭിപ്രായം ചോദിക്കാം. അപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെയും താഴെയായിട്ട് തന്നെ തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഒരിക്കലും മോശം പടാമെന്ന് പറയാൻ പറ്റത്തില്ല. നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പക്ഷേ വിചാരിച്ച ആ ഒരു ഇമ്പാക്റ്റ് പടത്തിന് കിട്ടിയില്ല. ശരിക്കും പറയാം ഫാമിലി ഇമോഷണൽ ഡ്രാമ നമ്മളൊരു ത്രില്ലർ എന്നുള്ള രീതിയിൽ സമീപിക്കാതിരുന്നാൽ മതി. അതുപോലെ തന്നെ ആവശ്യത്തിലധികം കൂടുതൽ ടൈം ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിലും എടുത്ത പോലെ തോന്നുന്നുണ്ട്. കൂടുതൽ സമയം ആവശ്യമില്ലാതെ പടത്തിൽ സ്പെൻഡ് ചെയ്യുന്നുള്ള തോന്നുന്നുണ്ട്. അതിന് പകരം ആവശ്യമുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ആ ടൈം കാണിച്ചിട്ട് നന്നായിരുന്നു തോന്നി. അവസാനം പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, അതിന് സമയം വളരെ കുറച്ചും എടുത്തിട്ടുള്ളൂ. അത് കുറച്ചുകൂടെ വേണമായിരുന്നു തോന്നി. അതാണ് പടത്തിൻ്റെ ഏറ്റവും മെയിൻ നെഗറ്റീവായിട്ട് തോന്നിയത്. കഥ വൈസ് ഓക്കെയാണ്, എക്സിക്യൂഷനകത്ത് കുറച്ച് കുഴപ്പങ്ങൾ തോന്നിയിട്ടുണ്ട്. അത് പറഞ്ഞാൽ സ്പോയിലർ ആവുന്നുള്ളതുകൊണ്ട് വേണമെങ്കിൽ OTT ഇറങ്ങി കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം.